Assalamualaikum. Welcome back to Shini's Kitchen. അപ്പോൾ ഇന്നുണ്ടാക്കുന്ന റെസിപ്പി ചിക്കൻ കട്ട്ലറ്റിന്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അതിനുവേണ്ടി ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുന്ന സമയത്തിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഓനിയൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി മസാലയുടെയൊക്കെ പച്ചമണം മാറുന്ന അത്രയും നേരം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ചിക്കൻ കുരുമുളക് പൊടി ഉപ്പിട്ടിട്ട് വേവിച്ചതാണ്. അതൊന്ന് മിക്സിയിൽ ചേർത്തിട്ടൊന്ന് കറക്കിയെടുത്തതാണ്. ആ ഒരു ചിക്കനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ സോയാ സോസ് ആണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചില്ലി സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അതെല്ലാം ഓപ്ഷനിലാണ്. പിന്നെ മല്ലിയില കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ബോയിൽ ചെയ്തിട്ട് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പൊട്ടാറ്റോ ആണ്. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്യാനായിട്ട് ബ്രെഡ് ക്രംസും അതുപോലെ തന്നെ മുട്ടയും നമുക്ക് വേണം. നമുക്ക് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട്ലറ്റ് കയ്യിലെടുത്തിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ആക്കാവുന്നതാണ്. അപ്പം ഞാനിത് റൗണ്ട് ഷേപ്പിലാണ് ആക്കുന്നത്. നമുക്ക് എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇപ്പം എല്ലാം ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എടുത്തിട്ട് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യാം. മുട്ട നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ടൊന്ന് കവർ ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഓയിലും ചൂടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസിൽ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.